അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാർന്ന് ഭരതകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തൂല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാർ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. അതിനുവേണ്ടിയാണ് ഓരോ ദിവസവും നമ്മൾ
വചനം കേൾക്കുന്നത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വചനം അറിവിൻ്റെ വരത്തെക്കുറിച്ചാണ്. നമുക്ക് ഈശോ പറഞ്ഞില്ലേ, അറിവിൻ്റെ വര, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും. യോഹന്നാൻ 16:14. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അതായത് നമ്മുടെ ജീവിതത്തിനൊരു ആവശ്യമാണത്. നമുക്ക് എന്താ സംഭവിക്കാൻ പോണത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആത്മാവിൽ നയിക്കുന്ന നിരന്തരം കർത്താവ് പ്രേരണ, അറിവ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അറിയണമെങ്കിലേ പരിശുദ്ധാത്മാവിനെ ഈ ദിവസങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ പരിശുദ്ധത്തെക്കുറിച്ചല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിറയുന്നതോടുകൂടി അറിവിൻ്റെ വരം നമുക്ക് ലഭിക്കും. അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അപ്പം നമുക്ക് സൂചനകൾ നൽകും. ഇപ്പം ഞാൻ അച്ഛനായപ്പോൾ തന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് മാറിയല്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ ഇടവക വികാരിയാണെങ്കിലും ഒരു മിഷണറി ആകാനാണ് കർത്താവിനെ വിളിച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അതായത് വരാനിരിക്കുന്ന കാര്യങ്ങൾ. അന്ന് ഭയങ്കര പുരുകയാണ്. ഞാൻ ആരും ഇത് ഉടുപ്പിടത്തില്ല. ഞാനിട്ടിട്ട് ഇന്ന് വരെ മാറ്റിയിട്ടുമില്ല. കാരണം ഇന്ന് ഞാൻ മിഷണറിയായിട്ട് തന്നെ ഇടവകയെ ജോലിയും ശുശ്രൂഷയും മിഷണറി ഒരുമിച്ച് പോകാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് പക്ഷേ കർത്താവ് എന്നെ കാണിച്ചു തന്നു. ഇനിയുള്ള ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ഭയങ്കര കളിയാക്കും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ ആരും എന്നെ മൈൻഡ് ചെയ്യാതെ അത് എത്ര അയാളോട് പറഞ്ഞൊരു കാര്യമില്ല എന്നുള്ള രീതി പക്ഷേ എൻ്റെ ബോധ്യമായിരുന്നു ഇത്. കർത്താവിനെ അറിയാത്ത അറിയിക്കുകയാണ്, അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ് എൻ്റെ സുവിശേഷ വേലയുടെ പ്രേക്ഷിത വേല കൂടി ഇതിൻ്റെ ഭാഗമാണെന്നുള്ളത് കർത്താവ് പറഞ്ഞത്. അതാണ് അറിവിൻ്റെ വരവെന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 2:14. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമായ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ വിവേചിച്ചറിയുന്നു കാര്യങ്ങളുടെ നന്മ തിന്മകളെ. ഇപ്പം എന്തിനു വേണ്ടിയാണ്, ഇപ്പം നമ്മൾ പറയത്തില്ലേ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഓരോ വിഷയം എന്തിനു വേണ്ടിയാണ് എന്താണെന്നുള്ള ഒരറിവുണ്ട്, എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ജ്ഞാനമുണ്ട്. അപ്പോൾ നമുക്ക് ജ്ഞാനത്തെക്കുറിച്ച് നാളെ സംസാരിക്കാം. അപ്പോൾ അറിവ് എപ്പോഴും നമുക്ക് വേണം. കാര്യം ആത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്കൊരു കല്യാണം തന്നെയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പറമ്പ് മേടിക്കാൻ പോവുകയാണ്, ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് അറിവ് തരും അതിൻ്റെ ആവശ്യമില്ലെന്ന്. അല്ലെങ്കിൽ നമുക്ക് അറിവില്ലെങ്കിലും നമ്മൾ അവിടെ നിന്ന് മാറ്റും, ആ പ്രോജക്റ്റിൽ നിന്ന് മാറ്റും. കാര്യം വലിയ വിപത്താണ് വരാൻ പോകണമെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഈ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവമായിട്ട് കണക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പാടായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. കൃപാസനത്തിൻ്റെ ഈ അൾത്താരയിൽ നിന്നും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഈ അൾത്താരയിൽ നിന്ന് അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് കൃപാസന മാതാവിന്, ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു. ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ്. എൻ്റെ മകൻ ഇത് ഇമ്മാനുവേലാണ്. ഇവന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതെൻ്റെ അമ്മായിയമ്മയാണ്. ഇതെൻ്റെ മൂത്ത മകൾ ഇവാന. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 അതിനുശേഷം ഞാൻ 2023 എനിക്ക് കുടുംബമായിട്ട് UK പോകാനായിട്ട് സാധിച്ചു. ഞാൻ അവിടെ എത്തിയതിന് ശേഷം 2024 ഒരു വർഷത്തിന് ശേഷം ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഞാനൊരു ഹോം കെയറായിട്ടാണ് അവിടെ ജോലിക്ക് പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ടൊക്കെ പോകണമെങ്കിൽ ബസ്സിലാണെങ്കിലും 1 മണിക്കൂർ 2 മണിക്കൂർ യാത്ര ചെയ്താണ് പോകേണ്ടത്. അപ്പം ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണം ഇനി മുന്നോട്ട് എങ്ങനെ. ഞങ്ങളുടെ കമ്പനി ആണെങ്കിലും ഒരു സപ്പോർട്ടുള്ളൊരു കമ്പനി ആയിരുന്നില്ല. നമുക്കൊരു ലീവ് കിട്ടണമെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ആരെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്താലാണ് അത്യാവശ്യത്തിന് ലീവൊക്കെ തരൂ. അപ്പോൾ അങ്ങനെ തരത്തിലൊരു കമ്പനി ആയിലാണ് ഞാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വളരെ ഒരു വിഷമത്തിലായിരുന്നു.
അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഒരു കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അതിൽ മാതാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു ഒരു ആശ്വാസത്തിന്. അപ്പോൾ എനിക്ക് കിട്ടിയ വചനഭാഗം യെശയ്യാ 7-ാം അധ്യായം 14-ാം വാക്യം, യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് വളരെയേറെ അതിശയമാണെന്ന് തോന്നിയത്. കാരണം ഇത്ര മാത്രം എൻ്റെ ജീവിതവുമായി അടുത്ത് നിൽക്കുന്ന ഒരു വചനഭാഗം എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് വളരെ ധൈര്യം തോന്നി. അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിനുള്ളൊരു തെളിവായിട്ടാണ് എനിക്കത് തോന്നിയത്. അങ്ങനെ ഞാൻ ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഈ വചനം അനുസരിച്ച് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കിനി അവിടങ്ങളിൽ നമുക്ക് സ്കാനിങ്ങിൽ 5-ാം മാസത്തിൽ അറിയാൻ പറ്റും ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. അപ്പോൾ ഈ ഒരു വചനഭാഗം അനുസരിച്ച് എനിക്ക് മനസ്സിലായി ഇത് ഈശോ തരുന്നത് എനിക്ക് ആൺകുട്ടിയാണെന്നും. അപ്പോൾ ആ പറഞ്ഞതനുസരിച്ച് തന്നെ ഞാൻ പേരിടാനും തീരുമാനിച്ചു. അങ്ങനെ മകൻ ജനിച്ചപ്പോൾ ഞാൻ അവന് ഇമ്മാനുവേൽ എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആശുപത്രിയിൽ ആദ്യത്തെ സ്കാനിങ്ങിന് പോയി. അപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിന് പോയ സമയത്ത് ആദ്യം ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും സ്കാനിങ്ങിന് പോകുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറിൽ കുരിശ് വരയ്ക്കുകയും വിശ്വാസ പ്രമാണം പറഞ്ഞ് തൈലം വെച്ച് കുരിശ് വരയ്ക്കുകയും പിന്നെ ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും അതുപോലെ ഉപ്പ് സ്കാനിങ് റൂമിലൊക്കെ ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് വിതറിയിട്ടാണ് ഞാൻ എപ്പോഴും കയറാറുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ സ്കാനിങ്ങിന് പോയി. അപ്പോൾ അതിന് മുന്നേ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു. കാരണം 2-3 ബസ് കയറണം, സ്പീഡിൽ നടക്കണം. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് നല്ല പേടിയുണ്ട്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഇത് എൻ്റെ വയറ്റിലാണെങ്കിലും ഞാൻ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുവാണ്, അമ്മ തന്നെ ഈ കുഞ്ഞിനെ നോക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ അമ്മയെ ഏൽപ്പിച്ചത്. അങ്ങനെ ഓരോ ആദ്യത്തെ സ്കാനിങ്ങിന് പോയി, കുഴപ്പമില്ല. രണ്ടാമത്തെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ അവർ പറഞ്ഞത് കുഞ്ഞ് ഭയങ്കര മൂവ്മെൻ്റ് ആയതുകൊണ്ട് അവൻ്റെ വലത്തെ കിഡ്നി കാണാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സ്കാനിങ് കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് സാധാരണയാണ്, ചിലപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല, അടുത്ത സ്കാനിങ്ങിൽ അത് കാണാനായിട്ട് അങ്ങനെ നടക്കാറുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അടുത്ത സ്കാനിങ്ങിന് ഞാൻ പോയി. അമ്മ മാതാവ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത സ്കാനിങ്ങിൽ എനിക്കത് കാണാൻ പറ്റും, വലത്തെ കിഡ്നി കാണാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിച്ച് ഞാൻ പോയി. അങ്ങനെ അവിടെ ചെന്ന് സ്കാനിങ് ചെയ്തു. ഡോക്ടർ നോക്കി. ഇടത് ഭാഗത്ത് നോക്കുമ്പോഴെല്ലാം ഒരു ബ്ലഡും റെഡ് കളറും ബ്ലൂ കളറും വെയിൻസ് നമുക്ക് കാണാൻ സാധിക്കും. വലതുവശത്ത് വെച്ച് നോക്കുമ്പോൾ ഫുള്ള് ഡാർക്കാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് വലതുവശത്തെ കിഡ്നി ഡെവലപ്പ് ആയിട്ടില്ല, ഇടതുവശത്ത് മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുട്ടികൾ ഒരു കിഡ്നിയുള്ള കുട്ടികൾക്കും നോർമൽ സാധാ കുട്ടികളെ പോലെ തന്നെ അവർ ജീവിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല, പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ചോദിക്കണമെന്ന് തോന്നി, ഇനി സ്കാനിങ്ങുകളുണ്ടല്ലോ, നമുക്ക് ഇനി കാണാൻ പറ്റുമോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരു ടിഷ്യൂ അവിടെ ഉണ്ടായി, ആ ഒരു ടൈമിൽ ഉണ്ടായിട്ടാണ്, അതിൽ നിന്നാണ് പുതിയൊരു കിഡ്നി അത് ഉണ്ടാകുന്നത്, ആ ഒരു ടൈമിലാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി അത് ഉണ്ടാകാനായിട്ട് ഉണ്ടാകില്ല എന്ന് തന്നെ ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ സ്കാനിങ്ങിൽ അവർ തന്നെ പറഞ്ഞു ഇത് ആൺകുട്ടിയാണ്. അപ്പോൾ ആൺകുട്ടി ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻ കേസ് പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ വളരുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ നിന്നെ ഏൽപ്പിച്ച കുഞ്ഞല്ലേ, പിന്നെ എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞു. നമുക്കറിയാം 2 കിഡ്നിയുള്ള കുട്ടികൾ ഉള്ള ആൾക്കാർക്ക് പോലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കിഡ്നിയുള്ള കുഞ്ഞിന് ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഞാൻ കരഞ്ഞ് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു. അച്ഛൻ എല്ലാ ഉടമ്പടി ധ്യാനത്തിലും ഞാൻ കരഞ്ഞ് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ എല്ലാ ദിവസവും ഉടമ്പടി തൈലം വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ അതിൽ നിയോഗം പറയുന്നത്, അമ്മേ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ വലത്തെ കിഡ്നി തരണേ എന്നാണ്. സത്യം പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, ഇനി അതവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനേ തോന്നിയുള്ളൂ. ഞാൻ അമ്മയോട് തന്നെ പറഞ്ഞു, അമ്മ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ വലത്തെ കിഡ്നി അമ്മ തരണം എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചകൾ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കുരിശ് വരച്ച് എല്ലാ ദിവസവും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കും.
അങ്ങനെ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും വളരെ പ്രതീക്ഷയോടെയാണ് പോയിരുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്കാനിങ് ആയപ്പോഴും റിപ്പോർട്ട് വരുന്നതെല്ലാം റൈറ്റ് കിഡ്നി ഇല്ലയെന്ന് തന്നെയാണ്. അങ്ങനെ അവർ ഞങ്ങൾക്ക് സിസേറിയൻ്റെ ടൈം, ലാസ്റ്റ് എനിക്ക് സിസേറിയൻ ആയിരുന്നു, മാർച്ച് 1 എൻ്റെ ഡെലിവറി ഡേറ്റ്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ റൂമിൽ കൊണ്ടുവന്നു. അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ അവൻ്റെ വലത് സൈഡിലായിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഇനി കുഞ്ഞിനെ നമുക്ക് ഫോളോ അപ്പിനായിട്ട് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് തരും. അപ്പോൾ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറ്റ് കാര്യങ്ങളൊക്കെ, ഒരു കിഡ്നി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പല ഡയറ്റും കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ ഫുഡ് കൊടുത്തുകൂടാ, അപ്പോൾ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ വിഷമത്തോടെ തന്നെയാണ് വീട്ടിൽ പോയതെങ്കിലും ഈശോയുടെ ഹിതം അല്ലേ നിറവേറട്ടെ എന്നുള്ള രീതിയിൽ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി. വീട്ടിൽ ആണെങ്കിലും ആരാധന സമയത്ത് മോനെ ഞാൻ ആരാധന ടൈമിൽ കാണിച്ച്, അച്ഛൻ ആരാധന സമയത്ത് ആ ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവനെ കാണിച്ച് തന്നെ ഞാൻ പ്രാർത്ഥിക്കും. ഉടമ്പടി തൈലം കുരിശ് വരച്ച് വലത് സൈഡിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവന് ഏപ്രിൽ 7 മാർച്ച് 1 അവൻ ജനിച്ചത്. ഏപ്രിൽ 7 അവന് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് തന്നു. സമയം 2:40 തന്നെയായിരുന്നു. പക്ഷെ അന്ന് ഞാനത് നോട്ട് ചെയ്തില്ല. ഞങ്ങളന്ന് സ്കാനിങ്ങിന് പോയി. ഞാൻ അതിന് മുന്നേ അവനൊരു വാക്സിൻ എടുക്കാനുണ്ട്, BCG വാക്സിൻ എടുക്കാനായിട്ട് പോയ സമയത്ത് അവർ ചോദിച്ചു കുഞ്ഞിന് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് വളരെ എനിക്ക് കണ്ണ് നിറഞ്ഞു. ഞാൻ ആ ഫില്ല് ചെയ്യുമ്പോൾ ഒരു കിഡ്നി ഇല്ല എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ എനിക്കത് ഓർത്തപ്പോൾ വളരെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, മാതാവ് ഇങ്ങനൊരു അവസ്ഥ ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരവസ്ഥ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഫോം ഫില്ല് ചെയ്തത്. അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് പോയി. അന്നും ഇതുപോലെ തന്നെ അവന് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. എപ്പോഴും ഈ കാശ് രൂപ എൻ്റെ കയ്യിൽ, ഞാൻ എവിടെ പോയാലും ഇത് മുറുകെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അമ്മ എൻ്റെ കൂടെ വരണം, എന്ത് ചോദിക്കുമ്പോഴും എന്തിനു വേണം അമ്മ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ അമ്മേനെ എങ്ങനെ പിടിക്കുന്നു അതുപോലെയാണ് ഞാൻ കാശ് രൂപവും കൊണ്ട് എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ സ്കാനിങ്ങിനും ഞാൻ മകനെ കൊണ്ടുപോയി. അപ്പോൾ ഞാനതിന് മുന്നേ ഹസ്ബൻഡിനോട് പറയാറുണ്ട്, ഞാനിങ്ങനെ നമ്മൾ അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട്, രോഗസൗഖ്യം കിട്ടുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു ഇല്ലാത്തൊരു അവയവം ആ ഒരു സാക്ഷ്യം ഞാൻ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഒരു സാക്ഷ്യം ഞാൻ എങ്ങനെ കണ്ടു. ജന്മന യൂട്രസ് ഇല്ലാത്തൊരു കുട്ടിക്ക് ഉടമ്പടിയിലൂടെ ഈശോ യൂട്രസ് നൽകിയതായിട്ട് ഞാനൊരു സാക്ഷ്യം കാണാനിടയായി. അത് കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എന്തായാലും ഈശോയ്ക്ക് ഒന്നും അസാധ്യമല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിൻ്റെ ലാസ്റ്റ് സ്കാനിങ്ങിന് പോയി. അവിടെ ചെന്ന് അവർ കുഞ്ഞിനെ അവിടെ കിടത്തി. ഞാൻ ഈ കാശുരൂപം മുറുകെ പിടിച്ചു. ഉടമ്പടി ഉപ്പ് അവിടെ അടുത്തായിട്ട്, കുഞ്ഞിൻ്റെ അടുത്തായിട്ട് തന്നെ ഞാൻ അവിടെ വിതറി. അങ്ങനെ അവർ ചോദിച്ചു ഏത് കിഡ്നിയാണ് ഇല്ലാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വലതു ഭാഗത്താണ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്കെങ്കിൽ വലതു ഭാഗത്ത് ആദ്യം നോക്കാം എന്താണെന്നുള്ളത് നോക്കിയിട്ട്. അങ്ങനെ അവർ നോക്കിയ സമയത്ത് അവർ പറഞ്ഞു, വളരെ സന്തോഷത്തോടെ തന്നെ അവർ പറഞ്ഞത് കുട്ടിയുടെ റൈറ്റ് കിഡ്നി ഇവിടെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അടുത്ത സൈഡ് അവർക്ക് ലെഫ്റ്റ് സൈഡ് നോക്കിയപ്പോൾ രണ്ട് ഭാഗത്ത് നമ്മളപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ആ ബ്ലൂവും റെഡ് കളർ വെയിൻസ് നമുക്ക് കാണാൻ പറ്റും. ആദ്യം നോക്കിയ സമയത്ത് നമുക്ക് ഒരു ഇരുട്ടാണ് വലത് ഭാഗത്ത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് നോക്കിയപ്പോൾ രണ്ട് സൈഡും നമുക്ക് ആ വെയിൻസ് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് കൃപാസന മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് തന്നത് തന്നെയാണ്. മാതാവിൻ്റെ വലിയൊരു കൃപ തന്നെയാണിത്. ഞാൻ മാതാവിന് 1000 ഞാൻ നന്ദി പറയുന്നു. മാതാവ് വഴി ലഭിച്ച ഈ ഒരു വലിയ അനുഗ്രഹത്തിന് ഞാൻ കൃപാസന മാതാവിന് നന്ദി പറയുന്നു. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് പോയ സമയത്ത് മാതാവിൻ്റെ കൃപാസന പത്രം ഞാൻ കൊണ്ടുപോയിരുന്നു. അവിടെ കൊണ്ടുപോയി ആദ്യമായിട്ട് ഞാൻ അവിടെ പോയി ഒരു ചർച്ചിൽ, ഞങ്ങളുടെ ആദ്യം താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ അടുത്തായിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു. അവിടങ്ങളിലുള്ള ആൾക്കാർക്ക് ഞാനത് അമ്മയ്ക്ക് പ്രോമിസ് കൊടുത്തായിരുന്നു, ഞാൻ ആദ്യമായി പോകുമ്പോൾ ഞാൻ പത്രം അവിടെ കൊടുക്കുമെന്ന്. അതുപോലെ ഞാൻ മാതാവിന് പറഞ്ഞ വാക്ക് പാലിച്ചു. എനിക്ക് അത് കൊടുക്കാനായിട്ട് സാധിച്ചു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലമാണെന്നും പറഞ്ഞ് ഞാൻ ആ പത്രം എല്ലാവർക്കും കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ ഹോം കെയറർ കൊണ്ട് തന്നെ ഞാൻ പോകുന്ന വീടുകളിൽ വയ്യാതെ ഉള്ള പേഷ്യൻസിനൊക്കെ എന്തെങ്കിലും വയ്യാന്ന് പറയുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ചവർക്ക് എവിടെയാണോ അസ്വസ്ഥതയുള്ളത് ആ ഭാഗത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു.
അതുപോലെ തന്നെ ഒരു വീൽ ചെയറിലൊരു മനുഷ്യൻ, അയാൾക്ക് ഭയങ്കര ഡിപ്രഷനാണ്, അയാൾ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഈശോ ഉണ്ട്, എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ ഞാൻ പറയും ബൈബിൾ വായിച്ചു തരട്ടെ. അപ്പോൾ അയാൾ താല്പര്യമുള്ള സമയത്താണെങ്കിൽ പറയും ഓക്കെ വായിച്ചോളാൻ പറയും. അല്ലെങ്കിൽ പിന്നെ ഞാൻ പതുക്കെ ചോദിക്കും ഇൻട്രസ്റ്റ് ഉണ്ടോ, ഞാൻ വായിക്കാം. അപ്പോൾ പറയും വായിച്ചോളാം. ചിലപ്പോൾ പറയും വേണ്ടെന്ന് പറയും. പിന്നെ ആയപ്പോൾ ആളിങ്ങോട്ട് പറയും മേരി ബൈബിൾ വായിക്കാമോ എന്ന് ചില സമയങ്ങളിൽ ആൾക്ക് തോന്നുമ്പോൾ ഇങ്ങോട്ട് പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ രണ്ടാമതും എനിക്ക് എൻ്റെ ചേച്ചി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൃപാസന പത്രം എനിക്ക് ഒരു പത്രം കിട്ടി. അത് ഞാൻ പോകുന്ന വീടുകളിൽ, ഞാൻ നോക്കുന്ന രോഗികളുടെ വീടുകളിൽ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലമാണെന്ന് മാതാവിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ ആ പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളൊന്നും എനിക്ക് അധികം അവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ഈ പോകുന്ന പേഷ്യൻസിനെ തന്നെയാണ് ഞാൻ ആ ഒരു രീതിയിൽ അവരെ ശുശ്രൂഷിച്ചിരുന്നത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് അവിടെ പോയപ്പോൾ ഞാൻ പണ്ട് ദിവ്യബലിക്ക് അത്രയ്ക്ക് പോകുമെങ്കിലും അതിൻ്റെ അത്ര പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന സമയത്ത് ഞാൻ 1 മണിക്കൂർ ദൂരമൊക്കെ ആയിരിക്കും ചർച്ച്, അപ്പം നടന്നു പോകേണ്ടി വരും. എങ്കിലും എനിക്കെന്തോ നമുക്ക് വേണമെങ്കിൽ തണുപ്പാണ് മഴയാണോ വീട്ടിൽ ഇരിക്കാം, പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ എത്ര കാലാവസ്ഥ എന്താണെങ്കിലും ഞാൻ അത്രയും ദൂരം നടന്ന് തന്നെ ഞാൻ ദിവ്യബലിക്ക് പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഞായറാഴ്ചകളിലും ഡ്യൂട്ടി ഇടും. ആ സമയത്തും ചിലപ്പോൾ രാവിലെ പോവുകയാണെങ്കിൽ വൈകിട്ട് മാസ് കാണും. ആ മാസിൽ വന്ന് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഉടമ്പടി ഇവിടെ നിന്ന് പോയതിന് ശേഷവും ഞാൻ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ആയിരുന്നു. ഉടമ്പടി എനിക്ക് ഓൺലൈനിൽ പുതുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ തന്നെ ഒരു പേപ്പറിൽ എൻ്റെ നിയോഗങ്ങളൊക്കെ എഴുതി വെച്ച് ഞാൻ തന്നെ ഓരോ 3 മാസം കൂടുമ്പോഴും ഞാൻ തന്നെ അത് പുതുക്കി എൻ്റെ പാപങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയും ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഇവിടുത്തെ ഉടമ്പടി ജീവിതം തന്നെയാണ് അവിടെയും ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ പണ്ട് കുറേ നിയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛൻ പറഞ്ഞു തന്നതുപോലെ ഞാൻ ഈ കുഞ്ഞിൻ്റെ കിഡ്നി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പറയുന്ന അമ്മ ഇതിലൂടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി എന്നെ ആക്കണമെന്നാണ്. കാരണം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്, ഇല്ല ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ഒരു അവയവം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് പറയുന്ന അമ്മയെ ഇതിലൂടെ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷി ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ നിയോഗം വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ നിയോഗമൊക്കെ അച്ഛൻ പറയുന്നത് പോലെ അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ നിയോഗം ആദ്യമായിട്ട് വെക്കുന്നത്. പിന്നെ എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയാനും അങ്ങനെ നമുക്ക് ചുറ്റിനുമുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിയോഗങ്ങൾ. അതിന് ശേഷം ലാസ്റ്റാണ് ഞാനിപ്പോൾ എന്തെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ ഞാൻ വെക്കുന്നത്. എനിക്കിപ്പോൾ എന്തിനും പണ്ടൊക്കെ ഞാൻ ഭയങ്കര ഭയമായിരുന്നു, എന്താകും എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിനെയൊക്കെ ഈശോ നോക്കിക്കോളും, അമ്മ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഇപ്പോൾ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് ചെയ്ത ഇത് ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യം തന്നെയാണ്. അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് കിട്ടിയ ഈ ഒരു വലിയ കാരുണ്യത്തിന് ഞാൻ അമ്മ മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. തൻ്റെ ദൈവാനുഭവ സാക്ഷ്യം നീതു വളരെ വ്യക്തമായിട്ട് നമ്മോട് പങ്കുവച്ചു. താൻ പുറത്തേക്ക് പോകുന്നതും അതുപോലെ താൻ അവിടെ ആയിരിക്കുമ്പോൾ ഹോം കെയറിൽ UK ജോലി ചെയ്യുന്ന സമയത്ത് താൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. അവിടെ ഹോം കെയറിലെ ജോലി അത് അത്ര സുഖപ്രദമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. ഒത്തിരിയേറെ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ, ഒരു ഹോം കെയറിൽ നിന്ന് വേറൊരു ഹോം കെയറിലേക്കൊക്കെ പോകേണ്ട അവസ്ഥകൾ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തനിക്ക് കുഞ്ഞിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്നാൽ താൻ പ്രതീക്ഷിക്കാത്ത ഒരു സമയമായിരുന്നല്ലോ എന്നൊരു ചിന്ത ഈ മകൾക്ക് വരുന്നുണ്ട്. അതോടുകൂടി തന്നെയാണ് ഈ മകൾ അറിയുന്നത് സ്കാനിങ്ങിൽ കുഞ്ഞിന് റൈറ്റ് കിഡ്നി ഇല്ല. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ഉടമ്പടി എടുത്തതിന് ശേഷം പോയ മകളാണ്. എന്നാൽ ഉടമ്പടിയുടെ ജീവിതം തനിക്ക് പറ്റാവുന്നത് പോലെയൊക്കെ താൻ അവിടെ ചെയ്തു എന്നാണ് നീതു നമ്മോട് പങ്കുവെച്ചത്. ആ അവസ്ഥയിൽ പിന്നീട് താൻ എന്താണ് ചെയ്തത്? ഈ ഒരു അവസ്ഥയിലും ഉടമ്പടി ഓൺലൈൻ എടുക്കുന്നതിന് ഈ മകൾക്ക് കഴിഞ്ഞില്ല എന്നാണ് പറയുക. എന്നാൽ താൻ ഉടമ്പടി ജീവിതം നയിക്കുന്നു എന്നുള്ള ഒരു
ബോധ്യം തനിക്ക് തന്നെ തൻ്റെ തന്നെ ഒരു വിശ്വസ്തത താൻ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ പാപങ്ങളെല്ലാം എഴുതി വെച്ച്, അവിടെ കുമ്പസാരത്തിനൊക്കെയുള്ള സൗകര്യങ്ങൾ കുറവാകുമ്പോൾ തൻ്റെ പാപങ്ങൾ എഴുതി വെച്ച് താൻ തന്നെ ദൈവത്തോട് മാപ്പപേക്ഷിച്ച് രമ്യതപ്പെടുന്ന ഒരവസ്ഥ, അതെല്ലാം മനസ്സിൻ്റെ ഒരു ഭാവമാണ്. അതായത് അത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നല്ല, എന്നാൽ ഒട്ടും തനിക്ക് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, എന്നാൽ ഇനി ഒന്നും വേണ്ട എന്ന് വയ്ക്കുകയല്ല ചെയ്തത്. തൻ്റെ കുഞ്ഞ് ഉദരത്തിൽ വളരുന്നു, ആ കുഞ്ഞ് അമ്മയുടെ കുഞ്ഞായിട്ട് വളരണം. അതിനൊക്കെ ഇന്നിപ്പോൾ തനിക്ക് സാധിക്കില്ല ഒന്നും ചെയ്യുവാനായിട്ട്. തൻ്റെ ജോലി, ഡ്യൂട്ടി എല്ലാം ഉണ്ട്. ഈ ഡ്യൂട്ടി വേണ്ടാന്ന് വെച്ചാൽ തനിക്ക് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനിയുള്ള സാഹചര്യങ്ങളെ നേരിടുക എന്നുള്ളത് മാത്രമാണ്. അതിന് ഈ മകള് കണ്ടത് താൻ എങ്ങനെയൊക്കെ ഈശോയുമായിട്ട് കൂടുതൽ അടുക്കുവാൻ, അമ്മയുടെ ഉടമ്പടി ജീവിതത്തെ കുറച്ചുകൂടി വിശ്വസ്തയോടെ പൂർത്തിയാക്കുവാൻ തനിക്ക് എങ്ങനെയൊക്കെ സാധിക്കും, തന്നാലാകുന്നത് ഈ മകള് ചെയ്തു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനങ്ങളിൽ ഒരു പ്രാവശ്യം പറയുകയുണ്ടായി, ഒറ്റയ്ക്ക് എത്തുന്ന സ്ഥലങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു അവസ്ഥ. ഈ അവസ്ഥയിലാണ് ദൈവത്തെ നാം കൂട്ടുപിടിക്കുക. ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടെങ്കിലും, ഭർത്താവുണ്ടെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കളുണ്ടെങ്കിലും, അവിടെയൊന്നും ഈ മകളുടെ ഈ അവസ്ഥയിൽ കൂടെ നിൽക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. താൻ തന്നെ ജീവിച്ചു തീർക്കേണ്ട, താൻ തന്നെ ആ കുഞ്ഞിനെ പ്രഗ്നൻ്റായി 9 മാസത്തോളം ആ കുഞ്ഞ് തൻ്റെ ഉദരത്തിൽ വളരണം. ഇതിനൊക്കെ താൻ തന്നെയാണ് ഒരു വ്യക്തി ഉള്ളത്. എന്നാൽ ഇവിടെ ഈ ഒറ്റയ്ക്കാകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ കൂട്ടുപിടിക്കുക, അതാണ് ഉടമ്പടിയിലൂടെ ഈ മകൾ ചെയ്തത്. അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതത്തോട് കൂടുതൽ വിശ്വസ്തയാകുവാനായിട്ട് മാക്സിമം പരിശ്രമിക്കുന്നു. പിന്നീട് അങ്ങോട്ട് തനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തൻ്റെ വയറിൽ ആ മകന് വേണ്ടി, തൻ്റെ ഗർഭസ്ഥ ശിശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നീട് സ്കാനിങ്ങിലൊക്കെ കാണുന്നതെല്ലാം റൈറ്റ് കിഡ്നി ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ മകൾ അതുവരെയും ഒരു സാക്ഷ്യം കണ്ടിരുന്നില്ല ഇല്ലാത്ത ഒരു അവയവം ഉണ്ടാകുന്നത്. എന്നാൽ ഈ മകളുടെ വിശ്വാസം, ആ വിശ്വസ്തത കണ്ടിട്ട് ആ വിശ്വാസത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സാക്ഷ്യം ഈ മകൾക്ക് കാണുവാനിടയായി. യൂട്രസ് ഇല്ലാത്ത ഒരു കുഞ്ഞിന് എങ്ങനെയാണ് യൂട്രസ് ഉണ്ടാകുന്നത് എന്നുള്ളത് അത് ഉടമ്പടിയിലൂടെ മാത്രം കിട്ടിയ ഒരു കൃപയായിട്ട് കണ്ടപ്പോൾ തൻ്റെ വിശ്വാസം വർദ്ധിച്ചു. വീണ്ടും കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കൃപാസന പത്രമൊക്കെ ഇവിടുന്ന് വരുത്തി അതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. താൻ പുറത്തിറങ്ങി ജോലി ചെയ്യുവാനായിട്ട് തനിക്ക് സാധിക്കില്ല. UK-യിൽ തനിക്ക് തന്നെ പേഷ്യൻസ് ഉണ്ട്. ആ പേഷ്യൻസിനെ ബൈബിള് വായിച്ച് കേൾപ്പിക്കുന്നു. കൃപാസന പത്രം അവർക്ക് വേണ്ടി വായിച്ച് അതിനുവേണ്ടി സമയമെടുക്കുന്നു. തൻ്റെ ഗർഭാവസ്ഥയിലെ ഗർഭാരിഷ്ടതകളിലും താൻ എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കുക എന്നുള്ളതല്ല ഈ മകൾ ചെയ്തത്. തനിക്ക് തൻ്റെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ വേണം, അതിന് താൻ തന്നെ കഷ്ടപ്പെടണം. ദൈവത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒരു ഉപകരണമായി മാറണം. അങ്ങനെ ഈ മകള് പിന്നീട് അങ്ങോട്ടുള്ള തൻ്റെ ജീവിതത്തിൽ വിശ്വസ്തത തെളിയിക്കുകയാണ്. പിന്നീട് നാം കേൾക്കുന്നത് ആ കുഞ്ഞിന് ഡെലിവറിക്ക് ശേഷം ആ കുഞ്ഞിൻ്റെ സ്കാനിങ്ങിൽ അതുവരെയും കുഞ്ഞിന് റൈറ്റ് കിഡ്നി ഇല്ല എന്നുള്ള ഒരേ ഒരു റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുക. താൻ തന്നെ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നു, റൈറ്റ് കിഡ്നി ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ആ ഫോം ഫില്ലപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ നാം നമ്മുടെ ചെവി കൊണ്ട് തന്നെ ഇവിടെ കേട്ട കാര്യങ്ങളാണ്. എന്നാൽ പിന്നീട് ഡെലിവറിക്ക് ശേഷം ആ കുഞ്ഞിൻ്റെ സ്കാനിങ്ങിൽ ആ കുഞ്ഞിന് റൈറ്റ് കിഡ്നിയാണ് ഇല്ലാത്തത്. അപ്പോൾ അവിടെ സ്കാൻ ചെയ്യാനായിട്ട് മാതാപിതാക്കൾ പറയുന്നു. എന്നാൽ റൈറ്റ് കിഡ്നി ഉണ്ടല്ലോ എന്നാണ് റിസൾട്ടിൽ സ്കാൻ ചെയ്തവർ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ലെഫ്റ്റ് കിഡ്നി ആയിരിക്കാം എന്ന് അവർ തന്നെ പറഞ്ഞ് അങ്ങനെ ലെഫ്റ്റ് കിഡ്നി നോക്കുമ്പോൾ ലെഫ്റ്റ് കിഡ്നിയുമുണ്ട്. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ്, റൈറ്റും ലെഫ്റ്റും കിഡ്നിയുള്ള ഒരു ആൺകുട്ടിയെ ദൈവം ഈ മകൾക്ക് പ്രദാനം ചെയ്തു. അതാണ് നാം കേട്ട സാക്ഷ്യം. താൻ ഒറ്റപ്പെട്ട സമയത്ത്, തൻ്റെ കൂടെ ആരുമില്ല എന്നുള്ള സമയത്ത് ഉടമ്പടി വഴി എങ്ങനെയാണ് ഈശോ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരിക. ഇതാണ് പേയ്മെൻറ്റ് സീറ്റ്. ഈ പേയ്മെൻറ്റ് സീറ്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമ്പോൾ ആ പേയ്മെൻറ്റ് സീറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം പല കാര്യങ്ങളും
അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഈ കൃപാസന ആസ്തിയിൽ നമുക്ക് പങ്കുപറ്റുവാൻ സാധിക്കുകയുള്ളൂ. ഈ കൃപാസനത്തിലെ ആസ്തി എന്ന് പറയുന്നത് അത് ജോസഫ് അച്ഛൻ വാങ്ങിച്ചു കൂട്ടിയതാണ്, വെറുതെയല്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഏകദേശം 30 വർഷത്തോളമുള്ള അച്ഛൻ്റെ ആ ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതവും അച്ഛൻ്റെ മുൻകാല ജീവിതങ്ങളിലെല്ലാം അച്ഛന് കിട്ടിയിട്ടുള്ള ആ ഒരു ആസ്തി, അത് അച്ഛൻ ഇട്ടിരിക്കുന്ന ഒരു ബാങ്കാണ് കൃപാസനം. ഈ അക്കൗണ്ടിൽ നിന്നാണ് നാം ഓരോരുത്തരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഈ മകളും നീതുവും ആ കൃപയ്ക്ക് യോഗ്യയായ ഒരു മകളായി മാറി തൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ ഉടമ്പടി ജീവിതം ഏറ്റവും നല്ല രീതിയിൽ പിന്നീട് മുമ്പോട്ട് നയിക്കുന്നു. താൻ എങ്ങനെ തൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു, ആത്മീയ ജീവിതത്തിൽ എങ്ങനെ മാറ്റം വന്നു. ഇന്ന് ഒരു കാര്യത്തിനും ഭയമില്ല എന്നാണ് പറയുക. പലതും സങ്കോചത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ മകള് എങ്ങനെ അമ്മയുടെ ഒരു ഉടമ്പടി മകളായിട്ട് ഈശോയ്ക്ക് സാക്ഷിയായിട്ട് എങ്ങനെ ജീവിക്കുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നാം ഇന്നുവരെയും ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് നമ്മോട് തിരുവചനം പങ്കുവയ്ക്കുക. നമുക്കും നന്ദിയുള്ളവരാകാം. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.